എനിക്ക് എല്ലാ വോട്ടർമാരും സുപരിചിതരാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ അവരെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 തവണ ജനങ്ങൾ വോട്ടഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതിനപ്പുറം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. സമ്പൂർണ്ണതയിൽ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇടതുപക്ഷ സർക്കാരിന് പൊതുവായ വികസന നയമുണ്ട്, പരിപാടികൾ, പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിനപ്പുറം മണ്ഡലത്തിന് ആവശ്യമായ പ്രത്യേകിച്ച് എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ കഴിഞ്ഞു? ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെയാണ് ഒളമ്പക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമാണ് ആ പാലത്തിന്. അത് ടൂറിസം പ്രൊമോഷനെ കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം വിഭാവനം ചെയ്ത് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനേതാണ്ട് 60 കോടിയിലധികം രൂപയാണ് നമുക്ക് കിഫ്ബിയിൽ നിന്ന് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ വലിയൊരു ഗ്രൗണ്ട്, ഒരു ഇൻഡോർ സ്റ്റേഡിയം, 9 കോടി രൂപ ചെലവിട്ടുകൊണ്ട് പുതിയ കെട്ടിടം, ഇതെല്ലാം എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഗവൺമെൻറ് ITI എടപ്പാളിലാണ് പ്രവർത്തിക്കുന്നത്. മണ്ഡലത്തിന് ആവശ്യമായത് എല്ലാം ചെയ്തു തീർത്തു. ഇനി എന്തൊക്കെ മണ്ഡലത്തിന് ചെയ്യാനുണ്ട് എന്നാണ്? അല്ല, നമുക്ക് 2 കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഒന്ന്, തിരുനാവായ തവനൂർ പാലം. അതിന് പാലത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയി ആ പാലത്തിൻ്റെ പ്രവൃത്തി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേ വാങ്ങിയത്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. ഗവൺമെൻറ്റിനോട് നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തി ക്ഷേത്രങ്ങളിലെ 2 ക്ഷേത്രങ്ങൾക്ക് നടുവിലൂടെ ഒരു പാലം വരുന്നത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ അത് ധൃതിപ്പെട്ട് ചെയ്യേണ്ട ഒന്നല്ല എന്ന ഒരു തീരുമാനത്തിലാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എത്തിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശ്വാസി സമൂഹവുമായി, അമ്പലവാസികളായിട്ടുള്ള ആളുകളുമായി, സന്യാസികളുമായി ആ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്യും. അവരുടെ മതവികാരത്തിന് വിഘാതം സൃഷ്ടിക്കും വിധം ആ 2 ക്ഷേത്രങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തുമാക്കി പാലം പണിയുന്നതിന് പകരം പാലത്തിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. രണ്ടാമതായിട്ടുള്ളത്, ഇപ്പോൾ തീരദേശ ഹൈവേ വന്ന് പടിഞ്ഞാറേക്കരയിൽ നിൽക്കുകയാണ്. അഴിമുഖത്ത് ഒരു ഹൗറ മോഡൽ പാലത്തിന് 250 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് കിഫ്ബിയിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടുണ്ട്. സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വലിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത 5 വർഷത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നടപ്പാക്കിയ വികസനം, ഒപ്പം തന്നെ ഇനി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ, അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് കെ ടി ജലീൽ മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തകുമാർ, ന്യൂസ് മലയാളം, മലപ്പുറം.